ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയാരാധനയ്ക്കായി ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽ തുറന്നുള്ള നിമിഷങ്ങൾ ഏറ്റവും സന്തോഷവും ആശ്വാസവും ദൈവനാമ മഹത്വത്തിനും കാരണമാക്കി കർത്താവ് തീർക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവപൂർവ്വം കൽപ്പിച്ച പ്രാർത്ഥനയോട് നമുക്ക് വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ച സങ്കീർത്തനം ദൈവനാമ മഹത്വത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. 94 സങ്കീർത്തനമാണല്ലോ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നമ്മളിവിടെ വായിച്ചത്. ഈ സങ്കീർത്തനം വായിച്ചു വരുമ്പോൾ ആരുടേതാണെന്ന് വ്യക്തമല്ല. എന്നാൽ പഠിതാക്കളുടെ അഭിപ്രായത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഏതോ സാഹചര്യത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ആദ്യത്തെ 11 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ശത്രു അവരെ ഉപദ്രവിക്കുന്നു, കഷ്ടതയിലൂടെ പോകുന്നു, ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവമേ, നീ എന്തുകൊണ്ട് ശത്രുവിനെ നിഗ്രഹിക്കുന്നില്ല? എൻ്റെ നിലവിളി എന്തുകൊണ്ട് കേൾക്കുന്നില്ല? എനിക്ക് വേണ്ടി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഈ ഒരു ആശയമാണ് ആദ്യത്തെ 11 വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത്. മുന്നോട്ട് വരുമ്പോൾ 12 മുതലുള്ള വാക്യങ്ങളിൽ താനൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ദൈവം മൗനമായിരിക്കുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഇത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തി പാടുന്ന ഭാഗങ്ങളാണ് 23 വരെയുള്ളതായ വാക്യങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലം വ്യക്തമായി നമുക്കറിയത്തില്ല, അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഇറങ്ങാതെ ഒരു വചനം ഇതിൽ നിന്നെടുത്ത് ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതായ 2 വാക്യങ്ങൾ ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 19, 20 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മതി. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ദുഷ്ടത നിർമ്മിക്കുന്ന, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനമുണ്ട്. അപ്പോൾ തന്നെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവവുമുണ്ട്. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയാം. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വരണം. എനിക്കെതിരെ കഷ്ടത നിർമ്മിക്കുന്ന ചില സിംഹാസനങ്ങളുണ്ട്. എന്നാൽ അത് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയപ്പെട്ടു പോയേനെ. എന്നാൽ അതോട് ചേർത്ത് പറയുന്നുണ്ട്, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ഇനിയും കഷ്ടതയുടെ നടുവിൽ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്, ഇതിൽ ഏതിന് പ്രാധാന്യം കൊടുക്കും അതനുസരിച്ചായിരിക്കും. കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തെ ഞാൻ കാണുന്നെങ്കിൽ എനിക്കെന്നും ഭാരമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ എൻ്റെ പ്രാണനെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവത്തെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. കാഴ്ചപ്പാട് മാറുക, രക്ഷപ്പെടാൻ അതേ ഉള്ളൂ വഴി. ഇത് രണ്ടുമുണ്ട്. മറക്കരുത്, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനവുമുണ്ട്, പ്രാണനെ തണുപ്പിക്കുന്ന ദൈവവുമുണ്ട്. നമ്മൾ ആരെ കാണും? ആരെ കാണണം? കൂടുതലും കാണുന്നത് ആരെയാണ്? അവിടെയാണ് നമ്മുടെ പ്രശ്നം. സിംഹാസനത്തെ നമ്മൾ കാണും, കഷ്ടത നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഒരെണ്ണം കഴിഞ്ഞു. നമ്മൾ പറയത്തില്ലേ, കഴിഞ്ഞ ആഴ്ച വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയി. ദൈവത്തിൻ്റെ കൃപയാൽ അതെല്ലാം ഒന്ന് ഒരു ശാന്തത വന്നു. ഇതുകൊണ്ട് അടുത്തത് ആ സിംഹാസനത്തിൻ്റെ പണി ഇതാ, പുതിയത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ ഓർത്തോണം, എന്നെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവമില്ലേ? കഷ്ടത നിർമ്മിച്ചോട്ടെന്നേ, പക്ഷേ എന്നെ തണുപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ആ ദൈവത്തെ കണ്ടാൽ പോരെ. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാം. ഒന്ന് വിഭജിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആശയം മനസ്സിലാകും. 20 വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവത്തോട് ചോദിക്കുകയാണ്, ഭക്തൻ ചോദിക്കുകയാണ്, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനവും ദൈവമേ അങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉത്തരം പറ. കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് ദൈവവുമായിട്ട് ബന്ധമില്ല. അത്
പിശാച് അവൻ്റെ പണി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ ദൈവം ദൈവത്തിൻ്റെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കും. 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, എൻ്റെ ഉള്ളിൽ വിചാരങ്ങളുടെ ബഹുത്വം, ടെൻഷൻ വർദ്ധിക്കുന്നു, ആകുലത വർദ്ധിക്കുന്നു. ഈ കഷ്ടതയെല്ലാം കൂടെ വന്ന് 1 by 1 ആയിട്ട് ഈ പിശാച് അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പണി അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ വിചാരങ്ങളുടെ ബഹുത്വമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ ഞാൻ ആ ബഹുത്വത്തിൻ്റെ നടുവിൽ വീണ്ടും പറയുകയാണ്, നിന്റെ ആശ്വാസങ്ങൾ. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും ആ ഭാഗത്ത് മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ദൈവത്തോട് അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ 1-2 ചിന്തകൾ വേഗത്തിൽ എടുത്തു കാണിച്ചെൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ രോഗത്താൽ ബാധിക്കപ്പെട്ട പലരുടെ കാര്യം എഴുതിയിട്ടുണ്ടെങ്കിലും ആണ്ടുകളുടെ കണക്ക് പറഞ്ഞ 3 പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. വീണ്ടും കാണുന്നു 18 വർഷമായി കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീ. അടുത്തതൊന്ന് 38 വർഷമായി ബെഥസ്ദ കൊളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇവർ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. തൽക്കാലം ആ 3 വിഷയത്തിലൂടെ കയറി എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്കൊന്ന് വരാം. മർക്കോസിൻ്റെ സുവിശേഷം എടുത്തോളൂ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം പ്രാരംഭത്തിലൊന്ന് വായിച്ചോളൂ. സമാധാനത്തോട് പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ആ പാരഗ്രാഫ് തുടങ്ങുന്ന ഭാഗം കൂടെ ഒന്ന് വായിക്കാമോ? അല്ല, അതിൻ്റെ തൊട്ട് മുകളിലത്തെ പാരഗ്രാഫ്. 12 സംവത്സരമായി അവിടെ തൊട്ട്. മതി. ആ സഹോദരിയെക്കുറിച്ച് പറയുമ്പം ആ വിശദീകരണങ്ങളൊക്കെ മുകൾ ഭാഗത്തുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. 12 വർഷമായിട്ട് രോഗിയാണ്. ശരീരത്തിൽ താൻ രോഗം അനുഭവിക്കുന്നു, പ്രയാസമുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് യേശു കർത്താവ് പറയുമ്പോൾ ഇത് രോഗം മാത്രമല്ല, ഇതൊരു ബാധയൂടാ. ഇനിയും അല്പം കൂടെ വിശദമാക്കിയാൽ, ഏതൊരു രോഗത്തിൻ്റെയും പിന്നിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. നമുക്കറിയാം, രോഗം വരുത്തുന്നത് പിശാച. യോബിന് രോഗം വരുത്തി. വചനമുടനീളം പഠിച്ചു വന്നാൽ ദൈവം അനുവദിച്ചിട്ടാണ് വരുന്നത്. ദൈവം അനുവദിക്കാത്ത ആർക്കും ഒന്നും സംഭവിക്കത്തില്ല. രോഗം ശരീരത്തെ ബാധിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അപ്പോസ്തലനായ പത്രോസ് ഈ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് ഒരു പ്രസംഗം നടത്തി. നമുക്കറിയാം, ദർശനത്തിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് പ്രസംഗം ആരംഭിച്ച് വരുമ്പോൾ പറയുന്നൊരു വാക്ക് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന് 38-ാം വാക്യം ഒന്ന് വായിക്കാമോ? ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 38. അപ്പോസ്തലപ്രവൃത്തി നസ്രായനായ യേശുവിനെ, അത് തന്നെ. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് മതി. അവിടെ ആ പ്രസംഗത്തിൽ പറയുന്നൊരു പ്രത്യേക പദം നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കരുതുന്നു. പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി. അങ്ങനെയെങ്കിൽ രോഗത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ഈ സഹോദരിയെ ബാധിച്ചത് ഈ ശാരീരിക രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പൈശാചിക ശക്തി. ആ ബാധ മാറി. തൽക്കാലം നമ്മൾ ആ ഭാഗത്തുനിന്ന് ഞാൻ മുന്നോട്ട് വരുന്നു. ശാരീരിക പ്രശ്നം, രോഗമഴിച്ചുവിടുന്നു, ശരീരത്തിൻ്റെ മേൽ പ്രതിസന്ധി, പ്രശ്നം വരുത്തുന്ന, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം. അങ്ങനെയെങ്കിൽ 12 വർഷമായി ഈ സഹോദരിയെ കഷ്ടപ്പെടുത്തിയ ഒരു ദുഷ്ടസിംഹാസനമുണ്ട്. അത് പൈശാചിന്റെ സിംഹാസനം. താൻ മാറി മാറി ഓരോ വൈദ്യന്മാരുടെ അടുക്ക് ചെല്ലുന്നു. അവർ പറയുന്ന ആ ട്രീറ്റ്മെൻറ്റ് താൻ ചെയ്യുന്നു. ചില ആഹാരം വെടിയുന്നു, ചില മരുന്നുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റേതായ പ്രയാസത്തിലൂടെയൊക്കെ ഈ സഹോദരി കടന്നു പോകുന്നു. ഏറിയോന്ന് ചെലവഴിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഇനി ചെലവാക്കാൻ ഒന്നുമില്ല. തൻ്റെ വസ്തുവകകളെല്ലാം വിറ്റു. എല്ലാം കഴിഞ്ഞിട്ടും തനിക്ക് സ്വസ്ഥതയില്ല. അങ്ങനെയെങ്കിൽ ഈ 12 വർഷമായി ഈ സഹോദരിയെ കഷ്ടപ്പെടുത്തിയ
ആ വാക്ക് ഞാൻ പറയുന്നു, ഒരു ദുഷ്ടസിംഹാസനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്നാൽ ഈ സഹോദരിക്ക് വിടുതൽ കിട്ടിയത് എവിടാ? 34 വാക്യം ഒരിക്കൽ കൂടെ വായിക്കാമോ? ആ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോയി. അങ്ങനെയെങ്കിൽ ആശ്വാസം കൊടുത്തത് എവിടാ? യേശുവിൻ്റെ അടുക്കലാണ്. 18 വാക്യത്തിൽ 25 വാക്യത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, അവിടെ പ്രത്യേക ഒരു പദം കൂടെ പറയുന്നുണ്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് അവൾ പറഞ്ഞു. അങ്ങനെങ്കിൽ ഈ സഹോദരിക്ക് ഒരു കാര്യം മനസ്സിലായി. നാളുകളായി ചില ദുഷ്ടസിംഹാസനം എനിക്കെതിരെ കഷ്ടത നിർമ്മിച്ചു വിട്ട, ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ സ്വസ്ഥത കെടുത്തി, എൻ്റെ ആരോഗ്യമില്ലാതാക്കി, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി, എന്നെ ഒരു വല്ലാത്ത പരുവത്തിലാക്കിയിരിക്കുന്ന ദുഷ്ടസിംഹാസനം അവിടെ ഉള്ളപ്പോൾ തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി. യേശുവിൻ്റെ സന്നിധി ചെന്നാൽ, ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ, ആ വചനത്തിൽ ഒന്ന് കയറി പിടിച്ചാൽ എനിക്ക് ആശ്വാസം കിട്ടും, എൻ്റെ പ്രാണന് തണുപ്പ് കിട്ടും. ഇന്ന് പകൽ ദൈവമക്കളെ, ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ട്, നാളുകളായി ഒന്നിനു പുറകെ ഒന്നായി ചില കഷ്ടത നിർമ്മിച്ചു വിടുന്ന ചില ദുഷ്ടസിംഹാസനത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, നീ നിന്റെ ജോലി ചെയ്തോ, പക്ഷെങ്കിൽ എനിക്ക് ആശ്വാസം തരുന്നൊരു ദൈവമുണ്ട്, എന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ആ വചനത്തിൽ ആശ്രയിക്കും, എൻ്റെ യേശുവിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ ചെന്നാൽ എനിക്ക് വിടുതലുണ്ട്, എനിക്ക് ആശ്വാസമുണ്ട്. ഇന്ന് പകൽ ധൈര്യത്തോട് പറ, എൻ്റെ കർത്താവ് എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രോഗം മാറിയപ്പോൾ യേശു കർത്താവ് പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്, സ്വസ്ഥമായിരിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇടയ്ക്ക് ആ ഭാഗം കൂടെ നേർത്ത് പറഞ്ഞോട്ടെ. ഈ ബാധ മാറിയപ്പോൾ, അല്ലെങ്കിൽ ഈ രോഗം മാറിയപ്പോൾ, എന്നൂടെ പറഞ്ഞാൽ ആ സിംഹാസനത്തിൻ്റെ പിടിയിൽ നിന്ന് അയഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? നീ സമാധാനത്തോടെ. മാത്രമല്ല, ഇതിന് മുമ്പൊരു വാക്ക് പറഞ്ഞു, നിന്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് കയറി പറയട്ടെ. കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് വിടുതൽ വാങ്ങാൻ എന്ത് വേണം? വിശ്വാസം വേണം. യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എൻ്റെ പ്രശ്നം മാറും. ഇന്ന് പകൽ എത്ര പേർക്ക് അബോധ്യമുണ്ട്? ഞാൻ വീണ്ടും പറയുന്നു, പിശാച് അവൻ്റെ ജോലി ചെയ്യും. അവൻ ബ്രാൻഡ് ന്യൂ എപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കും. ഇന്നലെ വന്നതല്ല ഇന്ന് വരുന്നത്, നാളെ വേറെ രീതിയിലായിരിക്കും വരുന്നത്. പുതിയത് ഓരോ ദിവസവും പിശാച് നിർമ്മിച്ചുകൊണ്ടിരിക്കും. അവൻ നിർമ്മിച്ചോട്ടെ, അവൻ്റെ ജോലി അവൻ ചെയ്തോട്ടെ. പക്ഷെങ്കിൽ നമ്മൾ പറയണം, എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ യേശുവിൻ്റെ അടുക്കലെത്തിയാൽ എൻ്റെ പ്രാണനാശ്വാസം കിട്ടും, എൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടും, എൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. മാത്രമല്ല, ഈ പരിഹാരം ലഭിച്ചു കഴിയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രാരംഭത്തിൽ ആ ഭാഗം ഞാൻ പറഞ്ഞോട്ടെ, ശാരീരിക പ്രശ്നത്തിന് പരിഹാരം എൻ്റെ യേശുവിൻ്റെ പക്കലുണ്ട്. എൻ്റെ ശരീരത്തിനെതിരെ പിശാച് നിർമ്മിച്ചു വിടുന്ന ചില രോഗങ്ങളെ സൗഖ്യമാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവർ, നാം ഒക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവരാ. ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറ, എൻ്റെ ശരീരത്തെ അലട്ടുന്ന, എൻ്റെ ശരീരത്തെ വേദനിപ്പിക്കുന്ന, ചില കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനമേ, എനിക്കൊരു ദൈവമുണ്ട്, എന്നെ സൗഖ്യമാക്കുന്ന ഒരു യേശുവുണ്ട്. ഞാൻ ആ യേശുവിൻ്റെ അടുക്കലെത്തും, ഞാൻ ആ വചനത്തിൽ മുറുകെ പിടിക്കും. എനിക്ക് വിടുതൽ തരാൻ കഴിയുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. ഇന്ന് പകൽ ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വാസത്താൽ രോഗസൗഖ്യം ഏറ്റെടുക്കുന്നു. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ വ്യക്തിയിലേക്ക് നമുക്ക് ഓടിയെത്താൻ. ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്താട്ടെ, 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 12 വാക്യങ്ങൾ വായിച്ചു. ആ മതി. ആ ഭാഗത്ത് നമ്മൾ വായിച്ചതാണ്. രണ്ടാമത്തെ വ്യക്തി, വേഗത്തിൽ പോവുകയാണ്, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട്. 18 വർഷമായി രോഗാത്മാവ് ബാധിച്ചു.
ഈ സഹോദരിയുടെ പ്രശ്നം ഇവർക്ക് നുവരാൻ കഴിയത്തില്ല. ഇതേക്കുറിച്ച് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നടുകൂനിപ്പോയി, വളഞ്ഞുപോയി. ഇവർക്ക് ഒട്ടും, അവിടെ എഴുതിക്കുന്ന ചില പദങ്ങളുണ്ട് നമ്മൾ വായിക്കുമ്പോൾ, അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടുന്നു വരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒട്ടുന്നു വരുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ, നിങ്ങളങ്ങ് ഭാവനയിലൊന്ന് കണ്ടാൽ മതി, അര വരെ നേരെ നിൽക്കുന്നു, ബാക്കി ഭാഗം നേരെ എന്തോ ഒരു ഷേപ്പിൽ നിൽക്കുന്നു. കഴിഞ്ഞിടയ്ക്കൊക്കെ റാന്നിയിൽ കൂടെ ഒരു പ്രായമുള്ള അമ്മ അങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവരില്ല, മരിച്ചു പോയി കാണും. റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലേ? അതുകൊണ്ട് പലരും കണ്ടു കാണും. അവർക്ക് എങ്ങോട്ടും നോക്കാനൊക്കത്തില്ല, നേരെ താഴോട്ട് നോക്കിക്കൊണ്ടാണ് ക്രോസ് ചെയ്യുന്നത്. വരുന്ന വണ്ടിയൊക്കെ ചവിട്ടി നിർത്തിക്കണം, അവർക്ക് കാണാനൊക്കത്തില്ല. മുമ്പിൽ പോകുന്നവരെ കാണാനൊക്കത്തില്ല, സൈഡിൽ പോകുന്നവരെ ഒന്നും കാണത്തില്ല. കുനിഞ്ഞാൽ നിൽക്കുന്ന നോട്ടം മുഴുവൻ അങ്ങോട്ടാണ്, ഭൂമിയിലോട്ടാണ്. ഈ സഹോദരിയെക്കുറിച്ച് യേശു കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടുന്നു വരുവാൻ കഴിയാത്ത കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം കൂടെ വായിക്കാമോ? ഇനി അതിൻ്റെ 18 വാക്യം കൂടെ 16 വായിച്ചേ. മതി. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് ആത്മീകമാണ്, ശാരീരികമല്ല, സ്പിരിച്വലാണ്. ആത്മീകമായിട്ട് ഈ സഹോദരി ഇപ്പം ബന്ധിച്ചിട്ടിരിക്കുക. ഈ ബന്ധനം ആരുടെയാണ്? പിശാചിൻ്റെയാണ്. പിശാച് ബന്ധിച്ചിട്ട് അവിടെ തന്നെ പല ഭാഗത്തുണ്ട്. രോഗാത്മാവ് ബാധിച്ചിട്ട് ഈ ബന്ധന നിമിത്തം ഇവർക്കൊന്നും വരാൻ കഴിയത്തില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തല പൊക്കി നിൽക്കാൻ പറ്റത്തില്ല, മുകളിലേക്ക് നോക്കാനൊക്കത്തില്ല. അവരുടെ നോട്ടം മുഴുവൻ ഇപ്പം അങ്ങോട്ടാണ്, ഭൂമിയിലോട്ടാണ്. ഇവിടുത്തേത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഒരു ആത്മീയ ചിന്ത ഞാൻ കൂട്ടത്തിലൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഓർത്തോണം, നമ്മളൊക്കെ പറയും ഞങ്ങൾ സ്റ്റഡിക്ക് നിൽക്കുന്നവരാണ്, ആ ഒരു കാര്യമാണ്, ശരിയൊക്കെ ശരിയാ. പക്ഷെങ്കിൽ നോട്ടം ഭൂമിയിലോട്ടാണെങ്കിൽ, ഉയരത്തിലെ ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ, നിത്യതയെക്കുറിച്ചൊരു ദർശനം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ, ഞാൻ ഈ ഭൂമിയിലെ മാത്രമാണ് ചിന്തിക്കുന്നെങ്കിൽ എന്നെ എവിടെയോ പിശാച് ബന്ധിച്ചിട്ടിട്ടുണ്ട്. നമ്മളോട് തന്നെ ചോദ്യം, ഒരു ദിവസം എൻ്റെ ചിന്തകളിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത എത്രയുണ്ട്, ഈ ഭൂമിയെക്കുറിച്ചുള്ള ചിന്ത എത്രയുണ്ട്? ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, ചിന്തിക്കണം. എന്നാൽ ഇതിൽ മാത്രമാകരുത്. എൻ്റെ നോട്ടം ഉയരത്തിലേക്ക് നോക്കണം. എനിക്ക് താഴേക്ക് മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ ജീവിതത്തിൽ ഉയരത്തിലേക്ക് നോക്കണം. ഈ സഹോദരിയുടെ പ്രത്യേകത, ഇവർക്കൊട്ടും നിവരുവാൻ കഴിയാത്തത് കൊണ്ട് ഇവരുടെ നോട്ടം എപ്പോഴും താഴോട്ടാണ്. എന്നാലും ഈ സഹോദരിയുടെ ഒരു പ്രത്യേകത, ആ വായിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ വായിച്ചല്ലോ, ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ഒരു ശബത്തിൽ ഒരു പള്ളിയിൽ ചെന്നു. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പലയിടത്ത് പോയിട്ടുണ്ട്. അന്ന് പള്ളിയിൽ ചെന്നപ്പോൾ ആരുണ്ട്? ഈ സഹോദരിയുണ്ട്. ആ ഭാഗം ഒന്നുകൂടെ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണം. ഇവരുടെ ശാരീരിക അവസ്ഥ വെച്ചുകൊണ്ട് മക്കളും കൊച്ചുമക്കളൊക്കെ പറയും, അമ്മച്ചി വീട്ടിൽ ഇരിക്കുക, വേറെ പണിയൊന്നുമില്ല. അവിടോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾക്കൂടെ നാണം കേടാ, ഈ കൂനി പിടിച്ച് നടക്കുന്ന നടപ്പ് കണ്ട. വീട്ടിലിരിക്കാൻ പറഞ്ഞു, ഇവരെന്ത് ചെയ്യത്തില്ല. പിശാച് ബാധിച്ച കൂനിയിരിക്കുന്നെങ്കിലും ഇവരുടെ അകത്ത് ഒരു ദൈവിക ബോധമുണ്ട്. കാരണം കണ്ടെത്തി ആരാധന മുടക്കുന്നവർ ഒരുപക്ഷെ കണ്ടേക്കാം. എന്നാൽ ഈ സഹോദരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവർക്ക് ഒത്തിരി കാരണമുണ്ട് പറയാൻ. ഇപ്പം ഇവർ യോഗത്തിന് ഇന്നില്ല, ആരാണ് ചോദിക്കാൻ പോകുന്നു? അമ്മച്ചിക്ക് വയ്യ, എല്ലാവർക്കും അറിയാം, അമ്മച്ചി കൂനി ഇരിക്കുക. അമ്മച്ചി വന്നില്ലെങ്കിലും ആർക്കും പ്രശ്നമില്ല. പാസ്റ്റർ ചോദിക്കത്തില്ല, വിശ്വാസികൾ ചോദിക്കത്തില്ല, അമ്മച്ചി എന്നാ വരാഞ്ഞ്. എല്ലാവർക്കും അറിയാമല്ലോ അമ്മച്ചിക്ക് വരാൻ ഒക്കത്തില്ല. പക്ഷേ ഈ അമ്മച്ചി എന്തോ ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മുടെ വിഷയത്തിൽ നിന്നൊന്ന് മാറുകയാണെങ്കിൽ ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ, ഈ അമ്മച്ചിയുടെ ഒരു വിശ്വാസം നമ്മൾ ശ്രദ്ധിക്കണം. യേശു കർത്താവ് വന്ന ആഴ്ച ഈ അമ്മച്ചിയും യോഗത്തിനുണ്ട്.
ഇനി അന്ന് എത്ര നാളാണ്, ഇനി ഞാൻ മടുത്തു പോകുന്നില്ലെന്ന് പറഞ്ഞ് അന്ന് ഇവരങ്ങ് വീട്ടിൽ ഇരുന്നെന്ന് വെച്ചു. യേശു അവിടെ വന്നു. വിടുതൽ കിട്ടുമോ? ഞാനൊരു ഇടയ്ക്ക് പറഞ്ഞോട്ടെ, വിടുതൽ എപ്പോഴാണെന്നൊന്നും നമുക്കറിയത്തില്ല. എപ്പം വേണേലും ദൈവത്തിന് സൗഖ്യമാക്കാം. പക്ഷെ ഞാനപ്പോൾ പ്രസൻ്റ് ആണോ എന്നുള്ളതാണ് വിഷയം. ദൈവത്തിന് എന്നെ സൗഖ്യമാക്കാൻ ദൈവം വരുമ്പോൾ ഞാൻ അവിടെ പ്രസൻ്റ് ആണോ? ഞാൻ പ്രസൻ്റ് ആണെങ്കിൽ, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഇല്ല എങ്കിൽ ഈ ആയുഷ്കാലം മുഴുവൻ എൻ്റെ കൂന് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തല പൊക്കാൻ വയ്യാത്ത ചില സാഹചര്യങ്ങൾ, ദൈവകൃപ. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ പറയട്ടെ. പിശാച് ആയുസ്സിൽ നീ തല പൊക്കരുതെന്ന് പറഞ്ഞ്, മറ്റുള്ളവരുടെ മുമ്പിൽ നീ തല ഉയർത്തി നിൽക്കരുതെന്ന് പറഞ്ഞ്, നീയും നിൻ്റെ തലമുറകളും നിൻ്റെ കുടുംബവും ഒരിക്കലും തല ഉയർത്തരുതെന്ന് പറഞ്ഞ് നിൻ്റെ തല താഴ്ത്താൻ ശ്രമിക്കുന്നിടത്ത് യേശുവിൻ്റെ അടുക്കലേക്ക് ഒന്ന് എത്താമോ? ആ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയാമോ? യേശു പറയുകയാണ്, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന ഇവളെ അഴിച്ചു വിടേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകൽ ദൈവമക്കളെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് ചെല്ലാമെങ്കിൽ നിന്നെ കുനിച്ചു നിർത്തിയ വിഷയം എന്തുമാകട്ടെ, ഹല്ലേലൂയ, ശാരീരികം മാത്രമല്ല, ചില അപമാന ഭാരങ്ങൾ നിന്നെ കുനിച്ചു നിർത്തിയെങ്കിൽ, നിന്റെ കുടുംബത്തെ കുനിച്ചു നിർത്തിയെങ്കിൽ, എനിക്ക് സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്താൻ കഴിയാതെ എൻ്റെ കുടുംബം അപമാന ഭാരത്താൽ തല കുനിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൂത് പറയുന്നു, യേശുവിന് നിന്നെ നിവർത്താൻ കഴിയും. യെസ്, ഹല്ലേലൂയ. എൻ്റെ ശാരീരിക പ്രശ്നത്തിന് മാത്രമല്ല, എൻ്റെ ആത്മീയ പ്രശ്നത്തിൽ എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നിടത്ത് നിന്ന് എന്നെ ഉയർത്താൻ കഴിയുന്നൊരു ദൈവം എനിക്കുണ്ട്. ദൈവകൃപ. അങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ കൂനിയ അവസ്ഥയിൽ നിന്ന്, ഞാൻ ആ പറയുമ്പോൾ വീണ്ടും ശാരീരികത്തെക്കുറിച്ചല്ല പറയുന്നത്, ആത്മീകമായിട്ട് എനിക്ക് ഉയരാൻ കഴിയാതെ, യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മീയത്തിൽ എനിക്ക് ഉയരണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും, നിവരെ നിൽക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും എന്തൊക്കെയോ എന്നെ താത്തു പിടിച്ചുകൊണ്ടിരിക്കുക. ദൈവകൃപ. ഈ പകൽ ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നു, പരിശുദ്ധാത്മാവിനോട് അത് ആവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു. നീ തല ഉയർത്തി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ നോട്ടം മുകളിലേക്കാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീ ഭൂമിയിലേത് വിട്ടിട്ട് ഉയരത്തിലേത് അന്വേഷിക്കണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, നാളുകളായി ഭൂമിയിലുള്ളത് മാത്രം നോക്കിക്കൊണ്ട് നടന്ന എൻ്റെ ജീവിതത്തിൽ, കർത്താവേ, ഉയരത്തിലേക്ക് നോക്കുവാനായിട്ട്, തല ഉയർത്തുവാനായിട്ട് എൻ്റെ മേൽ ഇന്ന് അങ്ങയുടെ ശക്തി പകരണമേ. എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ദൈവം നിങ്ങളെ സഹായിപ്പാൻ മതിയായവനാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാമോ? ദൈവമക്കളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പ്രത്യേക പദം അവിടെ എഴുതിയിട്ടുണ്ട്. കൊലോസ്യർ 3:1. അടുത്ത് മതി. അവിടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത്, ഒന്നൊരു വായിച്ച, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കണമെങ്കിൽ എൻ്റെ തല പൊങ്ങണം. ഞാൻ ഭൂമിയിലോട്ട് നോക്കിക്കൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ നോട്ടം ഭൂമിയിലേക്കാണ്, ഇവിടുത്തെ ചിലതിലേക്കാണെങ്കിൽ എനിക്ക് മുകളിലുള്ളത് കാണാൻ കഴിയത്തില്ല. അവിടെ പറയുന്ന വാക്കം വായിച്ചോളൂ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ദൈവത്തോട് നമുക്കൊന്ന് പറയാം, കർത്താവേ, ഉയരത്തിലാ എൻ്റെ അനുഗ്രഹം ഇരിക്കുന്നത്, ഉയരത്തിലാ എൻ്റെ നിത്യവാസസ്ഥലം ഇരിക്കുന്നത്, ഉയരത്തിലാ എന്നെ രക്ഷിച്ച എൻ്റെ യേശു ഇരിക്കുന്നത്, ഉയരത്തിലാണ് എനിക്ക് വേണ്ടി സകലതും ഒരുക്കി വച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ തൽക്കാലത്തെ വാസം മാത്രമേ ഉള്ളൂ. 70 ഏറെയായാൽ 80, അതിൽ അപ്പുറം കിട്ടിയാൽ അത് ഒരു മഹാഭാഗ്യമെന്ന് പറയാം. എന്നാൽ ദൈവം പറയുകയാണ്, വചനം പറയുകയാണ്, നീ ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ
ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. വളരെ പെട്ടെന്ന് അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവാത്മാവ് അതിനെ കൊണ്ട് വീണ്ടും പറയിക്കുന്നു. നമ്മൾ ഉയരത്തിൽ അത് അന്വേഷിക്കണമെങ്കിൽ, എൻ്റെ തല ഉയർത്തണമെങ്കിൽ ദൈവം ചില ബന്ധനം അഴിച്ചു വിട്ടേ മതിയാകത്തുള്ളൂ. ഓ ഹല്ലേലൂയ. പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്. എൻ്റെ ചിന്തയും എൻ്റെ നോട്ടവും എൻ്റെ ആഗ്രഹവും എൻ്റെ സംസാരവും എല്ലാം ഈ ഭൂമിയിലേതാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ എവിടോ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളോടൊന്നും പറഞ്ഞാൽ മതി, ഇന്നാരങ്ങനാണെന്ന് പറയേണ്ട, ഞാൻ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ? യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ 2-3 പദങ്ങൾ ഞാൻ ലൂക്കോസിലെ ഭാഗം ഞാൻ തന്നെ ഒന്ന് വായിക്കാം. അവിടെ വായിച്ച 11-ാം വാക്യത്തിൽ 13-11 അവിടെ 18 വർഷമായി രോഗാത്മ ഒട്ടുന്ന് വരുവാൻ. അങ്ങനെയെങ്കിൽ ഇവരുടെ നോട്ടം എപ്പോഴും അങ്ങോട്ട് ഭൂമിയിലോട്ടോ, ഉയരത്തിലേക്ക് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ഒട്ടുന്ന് വരുവാൻ കഴിയാതെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഇനി 16-ാം വാക്യം കൂടെ വായിച്ചോളൂ. മതി. അങ്ങനെയെങ്കിൽ ഈ സഹോദരി ആരുടെ മകളോ? യഹൂദ മതത്തിൽപ്പെട്ടതാണ്. അഭിമാനത്തോടെ പറയുന്നുണ്ട്, അബ്രഹാം ഞങ്ങളുടെ അപ്പനാ. കാര്യമൊക്കെ ശരിയാ, പക്ഷെങ്കിൽ നോട്ടം അങ്ങോട്ടോ, ഭൂമിയിലോട്ടാ. കാരണം പിശാച് ബന്ധിച്ചു. ഇന്ന് പകൽ ദൈവമക്കളെ വളരെ ഗൗരവത്തോടെ ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുന്നു. നോട്ടം എങ്ങോട്ടാണെന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ മനോഭാവം, നമ്മുടെ ആത്മീയത്തെ അളക്കാൻ കഴിയേണ്ടത്. യെസ്, ഹല്ലേലൂയ. പിശാച് ബന്ധിച്ചെങ്കിൽ എൻ്റെ നോട്ടം താഴോട്ട. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉയരത്തിലുള്ളത്, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പാൻ, നിത്യതയെക്കുറിച്ച് ചിന്തിപ്പാൻ എനിക്ക് അവസരം തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാരണം ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. എത്ര ഉന്നത ശ്രേഷ്ഠമായ പദവിയിലെത്തിയാലും ഒരു ദിവസം ഞാൻ ഇതെല്ലാം ഇട്ടേച്ച് പോകണം. പോകുന്നത് അങ്ങോട്ടാ? പോകുന്നിടത്തേക്ക് വല്ലതും കരുതിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ ഇതോട് വളരെ മാച്ചാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. സൗദി അറേബ്യയിൽ ഞാൻ ജോലി ചെയ്ത സമയത്ത് ഞങ്ങളോടൊപ്പം ആലപ്പുഴക്കാരനൊരു പയ്യനുണ്ടായിരുന്നു. ഞാനിപ്പം പേര് മറന്നുപോയി, ഒത്തിരി വർഷങ്ങളായല്ലോ. ശമ്പളം കിട്ടുമ്പം അവൻ ചെയ്യുന്നൊരു പണിയുണ്ട്. പോയി 2-3 ഷർട്ട് എടുക്കും, പാൻസ് എടുക്കും, ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം അങ്ങ് മേടിക്കും. അത് കഴിയുമ്പം അവൻ്റെ പൈസ ഒന്നുമില്ല. ഞങ്ങളൊക്കെ ഓൾറെഡി നമുക്കവിടെ, അവന് ഒരു ലേബർ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർക്ക് യൂണിഫോം ഉണ്ട്, ഓഫീസ് സ്റ്റാഫിനും യൂണിഫോം ഉണ്ട്, ഞങ്ങൾക്കൊക്കെ യൂണിഫോം ഉണ്ട്. അപ്പം പിന്നെ ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നും അധികമില്ല. വല്ലപ്പോഴും ചർച്ചിലൊന്ന് പോകണമെങ്കിൽ, അതും ചർച്ചൊന്നും അവിടെ അലൗഡല്ല, പുറത്ത് പോകാനായിട്ട് 1-2 ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളൂ, ബാക്കി മുഴുവൻ യൂണിഫോമില്ല. ഇവന് ഓരോ ശമ്പളം കിട്ടുമ്പോഴും ഒരു 3 ഡ്രസ്സെങ്കിലും എടുക്കും ജോഡി. എവിടെ ഇടാനോ എങ്ങും ഇടാനുമില്ല. വല്ലപ്പോഴും മാർക്കറ്റിലൊന്ന് പോയാൽ, വ്യാഴാഴ്ച വൈകിട്ട് പോയാൽ ഇട്ടുകൊണ്ട് പോകും, അത്രമാത്രം. അപ്പോൾ ഞങ്ങളോട് ഒരു പ്രായമുള്ള ഒരു അച്ചായനുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം തിരുവനന്തപുരത്തുണ്ട്. ഈ അച്ചായൻ പല പ്രാവശ്യം പറയും, എടാ എന്നും ഇവിടെ കഴിയേണ്ടവരല്ല, നമ്മൾ നാട്ടിൽ പോകണ്ട, നീ നാട്ടിലോട്ട് നിൻ്റെ അക്കൗണ്ടിൽ വെച്ച പൈസ അയക്കേ. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, പോകുമ്പോൾ നമുക്ക് നോക്കാം. അവിടെ ഞങ്ങൾക്കെല്ലാം വെക്കേഷൻ വന്നു. ഞങ്ങളൊക്കെ പോകാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഓൾറെഡി കമ്പനി തരും, ഇവനും ടിക്കറ്റുണ്ട്. പക്ഷെങ്കിൽ ഇവൻ നാട്ടിൽ പോയാൽ 5 പൈസ നാട്ടിലില്ല. കിട്ടിയത് മുഴുവൻ എന്തോ ചെയ്തു, അവിടെ ചിലവാക്കി. നീ പോകുന്നുണ്ടോ? ഓ, പോയിട്ടെന്നോ ചെയ്യാനോ, ഞാൻ തൽക്കാലം ഇവിടെ. ഇവന് നേരത്തെ ഉപദേശം കൊടുത്തായിരുന്നു, എടാ ഇവിടെ നിൽക്കേണ്ടതല്ല, നിനക്കൊരു വീടുണ്ട്, വീട്ടിലോട്ട് അങ്ങോട്ട് വല്ലതും അയച്ചാലേ അവിടെ പോയ കാര്യമുള്ളൂ. ദൈവമക്കളെ, ഞാൻ സജി എന്നാണ് അവൻ്റെ പേര്, ഇപ്പോൾ ഓർമ്മ വന്നു. ആ സജിയുടെ അനുഭവം നമുക്കുണ്ടാക്കാതിരിക്കണം. നമ്മളെങ്ങോട്ട് പോകണ്ടവരാ? വീടുണ്ടോ? ഉറപ്പുണ്ടോ? വീട്ടിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ കൈ ഉയർത്തിയൊരു സ്വതന്ത്രം പറയാമോ? വീട്ടിലോട്ട് വല്ലതും കരുതിയിട്ടുണ്ടോ? ഇവിടുത്തേതും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ.
എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല. ഒരു ജോലിക്ക് പോയാൽ നമുക്കൊരു ഡേറ്റ് ഉണ്ട്. കോൺട്രാക്റ്റ് തീരുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ ഡേറ്റ് അറിയാം. പക്ഷേ മേളത്തെ വീട്ടിലോട്ട് പോകുന്ന ഡേറ്റ് നമുക്കറിയത്തില്ല. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. ഈ രണ്ടിലൊന്ന് സംഭവിച്ചാൽ ഞാനെൻ്റെ വീട്ടിൽ പോവും. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വല്ലതും ഉണ്ടോ? എൻ്റെ ചിന്ത മുഴുവൻ ഇവിടെ ആണെങ്കിൽ ഇതിട്ടേച്ച് പോകാൻ അല്പം പാടാണ്. എന്നാൽ എനിക്ക് അവിടെ ചിലതുണ്ടെങ്കിൽ, യെസ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഉയരത്തിലുള്ളത് ചിന്തിക്ക, നിത്യതയെക്കുറിച്ച് ചിന്തിക്ക. നീ അങ്ങോട്ട് പോകേണ്ട വ്യക്തിയാ. ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ഈ ബന്ധനം പിശാചിനെ ബന്ധിച്ചാൽ എൻ്റെ നോട്ടം ഇങ്ങോട്ടാ, താഴോട്ടാ. യെസ്, ഹല്ലേലൂയ. എൻ്റെ തല പൊക്കാൻ കഴിയത്തില്ല. പിശാചിൻ്റെ പദ്ധതിയും അത് തന്നെയാ. നീ ആയുസ്സിൽ തല പൊക്കരുത്, നീ ആത്മീയമായിട്ട് ഉയരരുത്, നീ ആത്മീയമായിട്ട് വളരരുത്, നീ ഇവിടുത്തേതും കൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയെ താഴ്ത്തുന്ന ചില ബന്ധനത്തിന്മേൽ, യെസ്, ഹല്ലേലൂയ, ഇന്ന് പകൽ വിളിച്ചു പറ, എൻ്റെ ശാരീരിക പ്രശ്നത്തിന് മാത്രമല്ല, എൻ്റെ ആത്മീക പ്രശ്നത്തിലും ആത്മീയമായി എന്നെ വളർത്താൻ കഴിയാതെ കഷ്ടത നിർമ്മിക്കുന്ന ചില ദുഷ്ടസിംഹാസനമുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. കൃപ, ദൈവകൃപ. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ആത്മീയമായി തളർത്തുന്ന, വളർത്താൻ കഴിയാത്ത, എൻ്റെ ആത്മീയത്തെ കെടുത്തുന്ന ചില കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം, എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നൊരു വിടുതൽ തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. യെസ്, ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം എടുത്താട്ടെ, 5-ാം അധ്യായം 5-ാം വാക്യം വായിച്ചോളൂ. ആ ആ മതി. ഈ മനുഷ്യനെ ബാധിച്ചത്, എൻ്റെ ഒരു ചെറിയ പഠനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. മറ്റു രീതിയിൽ ആരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങളതിനെ നിഷേധിക്കണ്ട. ഈ മനുഷ്യന് മാനസിക പ്രശ്നമാണ്. തെളിവ് തരാം, വചനത്തിലൂടെ തന്നെ തെളിയിക്കാം. ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു ശാരീരിക പ്രശ്നം, രണ്ടാമത്തേത് ആത്മീയ പ്രശ്നം. ഈ മനുഷ്യന് അല്പം മാനസിക പ്രശ്നമാണ്. ഇവൻ ആക്ച്വലി വലിയ രോഗമൊന്നും ഇല്ല. അവിടെ ഒരു ഭാഗം വായിക്കാമല്ലോ, നിങ്ങളൊന്ന് വായിച്ചേ. അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ 7 വായിച്ചാലും മതി. രോഗി അവനോട്, ഞാൻ തന്നെ. അപ്പോൾ ഇവന് തന്നെ എന്തോ ചെയ്യാം? ചെല്ലാം. നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയുന്ന പക്ഷപാത രോഗി എന്നാണ്. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. കൊളക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുക 38 വർഷമായിട്ട്. അതിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ടല്ലോ, വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ദൂതം വന്ന് കുളം കലക്കുമ്പോൾ ആദ്യം ചാടുന്നവന് രക്ഷ. ഇവൻ എങ്ങനെ അവിടെ വന്ന് പെട്ടു. 38 വർഷമായി ഇപ്പം കിടക്കുക. ഇവൻ വന്ന് പെട്ട് കഴിഞ്ഞപ്പം ആൾക്കാർ, ആ ഭാഗത്ത് ചില ഒത്തിരി ദൂതമുണ്ട്, ഞാൻ അവിടെ എല്ലാം ഇറങ്ങുന്നില്ല, ഒറ്റ വിഷയത്തേക്ക് മാത്രം ഒന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഇറങ്ങുന്നവനാ സൗഖ്യം. അതിൻ്റെ അർത്ഥം എന്നാ? വിശ്വാസത്തോടെ ചാടാമോ? രക്ഷയുണ്ട്. ഇന്നാക്ക് സൗഖ്യം കിട്ടിയിട്ട് അത് ശരിയാണെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യാം? ആദ്യം ഇറങ്ങുന്നതിന് ആ ചിന്തയൊന്നുമില്ല. കുളം കലക്കി, ക്യാൻസറാണോ? ഒറ്റച്ചാട്ടം സൗഖ്യം. മറ്റൊരു ക്യാൻസർ പേഷ്യൻ്റ് ഇങ്ങനെ നോക്കി കിടക്കുക. ക്യാൻസർ പേഷ്യൻറ്റിന് സൗഖ്യം വന്നാൽ ഞാനിവിടെ എന്തോ ചെയ്യാം? മനസ്സിലാകുന്നുണ്ടോ? മറ്റൊരു വലിയ രോഗം ബാധിച്ച ആൾ പറയാണ്, ഇതേ രോഗം വന്നാൽ വേറൊരാൾക്ക് സൗഖ്യം വന്നാൽ ഞാനിവിടെ എന്തോ ചെയ്യാം? കർത്താവ് പറയുകയാണ്, നീ അവർക്ക് സൗഖ്യം വന്നോ ഇവർക്ക് സൗഖ്യം വന്നോ, ഈ രോഗമുള്ള വേറെ ആർക്കെങ്കിലും സൗഖ്യം വന്നോ, ഇതൊന്നും നീ നോക്കാതെ നീ വിശ്വാസത്തോടെ ഇടാമെങ്കിൽ നിനക്ക് രക്ഷയുണ്ട്. ഒരാത്മീയ ദൂത് ഞാൻ അവിടെ ഒന്ന് പറയാൻ മറ്റുള്ളവരെ നോക്കല്ല്, മറ്റുള്ളവർക്ക് എന്തോ സംഭവിക്കാൻ നോക്കണ്ട.
നിനക്ക് സൗഖ്യം വേണോ? വിശ്വസിച്ചുകൊണ്ട് സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായിക്കോ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് അങ്ങനെയൊന്ന് പറയാം, കർത്താവേ, ആദ്യം ഇറങ്ങാൻ മറ്റൊരാളെ കണ്ടോട്ടോ മറ്റൊരാളെ കേട്ടോണ്ടോ അവരുടെ അനുഭവം അറിഞ്ഞുകൊണ്ടോ അല്ല, എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തോട് സ്റ്റെപ്പ് എടുക്കാൻ ആര് തയ്യാറാകും അവർക്ക് വിടുതല. ഈ മനുഷ്യൻ ഇവിടെ കിടക്കുന്നു, 38 വർഷമായിട്ട് കിടക്കുന്നു. ഒരു കർത്തദാസൻ ഒരു കമൻട്രിയിൽ പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ മനസ്സിൽ, ഞാൻ ഒത്തിരി നാളുകൾക്ക് മുമ്പ് വായിച്ചത് പെട്ടെന്ന് ഓടിയെത്തുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ഈ കിടക്കുമ്പം ഇദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. 38 വർഷമായിട്ട് കിടക്കുക, പ്രായമൊന്നും പറയുന്നില്ല. ഏതെങ്കിലും പ്രായത്തിൽ വന്നതായിരിക്കും, ഒന്നി തന്നെ വന്ന് കാണും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടാക്കി കാണും. എന്താണെങ്കിലും ഇതൊരു പ്രത്യേക സ്ഥലമായതുകൊണ്ട്, നമുക്കറിയാമല്ലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ കഞ്ഞിയും ബന്നും ഒക്കെ കൊടുക്കുന്ന പോലെ ഇവിടെയും അങ്ങനെ വല്ലതും ഒക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും, ആരെങ്കിലും ചാരിറ്റിയൊക്കെ ചെയ്യുന്നവർ കാണും. അപ്പോൾ ഇങ്ങനെ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല, 3 നേരം ആഹാരം കിട്ടുന്ന കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ സൗഖ്യമായവൻ പോകുമ്പം അവൻ ആ കടക്കയൊക്കെ ഇവിടെ ഇട്ടങ്ങ് പോകും. മെത്തയായിരിക്കും, അല്ലെ പായായിരിക്കട്ടെ. ആൾ പോയാണ് ഈ പുള്ളി എടുത്ത് പുള്ളിയുടെ മെത്തയുടെ കൂടെ ഇതൂടെ കയറ്റി അങ്ങ് വയ്ക്കും. അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൻ്റെ അഭിപ്രായത്തിൽ ഒരു കട്ടിലിൻ്റെ ലെവൽ ഇപ്പം ഈ മെത്തയായിട്ടുണ്ട്. അപ്പം പുള്ളിക്ക് നല്ല സുഖമാണ് കിടക്കാൻ. സൗഖ്യമായി പോകുന്നവന് അവൻ്റെ ബക്കറ്റൊക്കെ ഇട്ടേച്ചങ്ങ് പോകും. അവനെന്താ ബക്കറ്റും മഗ്ഗും കുളിക്കൊക്കെ വേണ്ടേ, അവൻ്റെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർത്തേണ്ടതൊക്കെ ഇട്ടേച്ചങ്ങ് പോകും. ഇതെല്ലാം ഈ പുള്ളി എന്തോ ഇത് കാണും, എടുത്ത് സ്റ്റോക്ക് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പം പുതിയൊരു രോഗി വന്നു. ഇന്ന് സൗഖ്യമാകുമെന്ന് കണ്ടു വന്നു, സൗഖ്യമായില്ല. അപ്പം ഇങ്ങനെ നീണ്ടു പോയപ്പം അദ്ദേഹത്തിന് കുളിക്കണമല്ലോ, ബക്കറ്റ് വേണം. ആരോ പറഞ്ഞു, ഇങ്ങനൊരു വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. സാധനം പുള്ളിയുടെ ഇല്ലേ, അവന് വാടകയ്ക്ക് കൊടുക്കുന്നു, മഗ് കൊടുക്കുന്നു, ബെഡ് കൊടുക്കുന്നു. അപ്പം പുള്ളി നോക്കിയപ്പം ജീവിക്കാൻ നല്ല സുഖം പരിപാടിയാണ്. ഇനി പോയില്ലേലും സൗഖ്യമായില്ലേലും കുഴപ്പമൊന്നുമില്ലല്ലോ, കാര്യം നടക്കുന്നുണ്ടല്ലോ. ഒടുവിൽ ഇതങ്ങ് ഫ്ലാഷായി. ആൾക്കാർ പറഞ്ഞു, ബക്കറ്റൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, മെത്തയൊന്നും കൊണ്ടുപോകണ്ട, 1-2 ദിവസം താമസിക്കേണ്ടി വന്നാൽ അവിടെ ഇതൊക്കെ വാടകയ്ക്ക് കിട്ടും. ഒരുത്തൻ അവിടെ ഉണ്ട്, ഇവനിപ്പോൾ ഒരു വലിയ മുതലാളിയായിട്ട് ബിസിനസ് നടത്തുക. കാരണം യേശു കർത്താവ് ഇവൻ്റെ അടുക്ക് വന്നപ്പോൾ ചോദിച്ച ചോദ്യം ശ്രദ്ധേയമാണ്. യേശു കർത്താവ് പല രോഗികളോടും സൗഖ്യമാക്കാൻ തുടങ്ങിയപ്പം ചോദിച്ചത് വിശ്വാസം ഉണ്ടോ എന്നാണ്. ഇവനോട് ചോദിച്ചെന്തുവാ? യേശുവിനറിയാം ഇവന് വലിയ താല്പര്യമൊന്നും. എടാ, നിനക്ക് മനസ്സുണ്ടോ നീ രക്ഷപ്പെടുമെന്ന് യേശു പറഞ്ഞതിൻ്റെ ആശയം. ഇനി അല്പം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ മനുഷ്യൻ്റെ രോഗം ശരീരത്തിലല്ലായിരുന്നു, മനസ്സിനാണ്. ഇനിയും ദൈവമക്കളെ, ഞാൻ ഇടയ്ക്കൊന്ന് പറയാം, നമ്മളാരും മനസ്സിൽ രോഗികളാകരുത്. ശരീരത്തെ രോഗം ബാധിക്കാം, അത് പ്രായമാകുമ്പോൾ, അല്ല കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടോ എങ്ങനെയൊക്കെ ആണെങ്കിലും ശരീരത്തെ രോഗം ബാധിക്കാം. പക്ഷെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒരിക്കലും രോഗം ബാധിക്കരുത്. ചില നാളുകൾക്ക് മുമ്പ് ഒരു പ്രിയപ്പെട്ടവനെ ഞാൻ കാണാൻ പോയി. ക്യാൻസർ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിരിക്കുക, ആഹാരം ഇറങ്ങത്തില്ല. പക്ഷേ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം വന്ന് സെറ്റിയിലിരുന്നു. കുറേ നേരം അദ്ദേഹം സംസാരിച്ചു. ഞാൻ വണ്ടർ അടിച്ചു, ഈ മനുഷ്യനാണ് രോഗം. അപ്പം വീട്ടുകാർ പറയുന്നുണ്ട്, അച്ഛാന് തീരെ വയ്യ. പുള്ളി പറയും, നിങ്ങളൊന്നും മിണ്ടായിരി. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ രോഗം ബാധിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷം. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചു. തനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. ആ വാർത്ത കേട്ടു. ഞാൻ ആ ശവടക്കിനി വന്നു. ഞാൻ അന്ന് പറയുകയുണ്ടായി, തൻ്റെ ശരീരത്തെ മാത്രമേ രോഗം ബാധിച്ചുള്ളൂ, മനസ്സിനെ രോഗം ബാധിച്ചില്ല. അതുകൊണ്ട് അവസാന ദിവസം വരെയും വളരെ ഹാപ്പിയായിരുന്നു. ദൈവമക്കളെ, ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്നാണെന്നറിയാം? ശരീരത്തെക്കാൾ ഉപരി രോഗം നമ്മുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. ഞാൻ ആ ഭാഗം പറയുന്നു, ആരോടൊക്കെയോ വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവത്തോട് കർത്താവേ, ശരീരത്തിൽ ചിലപ്പോൾ രോഗം വരാം, പക്ഷെ അതെൻ്റെ മനസ്സിനെ ബാധിക്കരുത്. യെസ്, ഹല്ലേലൂയ. മനസ്സിനെ ബാധിച്ചാലുള്ള പ്രശ്നം, നിൻ്റെ ശരീരം തളരും, മനസ്സ് തളരും. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, വയ്യ എന്നുള്ള ആ ശബ്ദത്തോടുകൂടെ എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ എന്നെ തളർത്തിക്കളയും. ശരീരത്തെ രോഗം ബാധിച്ചോട്ടെന്നേ, ഇത് ഈ മണ്ണിൽ നിന്നെടുത്തതാ. ഈ മണ്ണിൽ, ഈ പ്രാകൃത ശരീരത്തിൽ രോഗമുണ്ട്, രോഗം വരും. ഒരുപക്ഷെ രോഗം മൂലം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. എന്നാൽ മനസ്സിനെ ഒരിക്കലും രോഗം ബാധിക്കരുത്.
ധൈര്യത്തോടെ പറയണം, നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം കളയരുത്. യെസ്, ഹല്ലേലൂയ. ശരീരം നിങ്ങളുടെ രോഗം നിങ്ങളുടെ ശരീരത്തെ അലട്ടിയാലും ആ രോഗം എൻ്റെ മനസ്സിലോട്ട് കയറ്റാതെ സൂക്ഷിക്കാമെങ്കിൽ എനിക്ക് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ലാസ്റ്റ് മൊമെൻ്റ് വരെ ദൈവമക്കളെ സന്തോഷത്തോടെ ജീവിക്കാം. രോഗം നിങ്ങളുടെ മനസ്സിൽ കയറാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഈ മനുഷ്യനോട് യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? നിനക്ക് സൗഖ്യമാകാൻ. അപ്പോൾ യേശു അറിഞ്ഞു, അവിടെ ആദ്യ ഭാഗത്തുണ്ട്, ഈ മനുഷ്യൻ ഏറിയ നാളായി അവിടെ കിടക്കുന്നുവെന്ന് യേശു അറിഞ്ഞു. യേശുവിന് സകലതും അറിയാം. ദൂരത്ത് നിന്ന് തന്നെ ഹൃദയവിചാരങ്ങളെ തിരിച്ചറിയാവുന്ന യേശുവിനൊരു കാര്യം മനസ്സിലായി, ഇവന് കാര്യമായ രോഗമില്ല, ഇവൻ്റെ രോഗം എവിടെ? അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽ ഞാൻ ആ ചോദ്യം ദൈവമക്കളോട് ചോദിച്ചോട്ടെ. നിങ്ങളെ ഇന്ന് അലട്ടുന്ന രോഗം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഒരു നിമിഷം ദൈവത്തോടൊന്ന് പറ, കർത്താവേ ഞാൻ രോഗിയാ, സമ്മതിച്ചു, ഡോക്ടർ പറഞ്ഞു നിങ്ങൾ രോഗിയാ, ആന്നു രോഗി തന്നെയാ, എന്നാൽ കർത്താവേ അതെൻ്റെ മനസ്സിനെ അലട്ടാൻ ഇടവരരുത്. ഒരു നിമിഷം ദൈവമക്കളൊന്ന് പ്രാർത്ഥിക്കാമോ? യെസ്, ഹല്ലേലൂയ. ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചില മനസ്സിൽ നിന്ന് ഇറങ്ങി മാറട്ടെ. കൃപ, ദൈവകൃപ. ഒരുമിച്ച് അല്പസമയം ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ട്. ശരീരം ഒരുപക്ഷെ ക്ഷീണിച്ചേക്കാം, രോഗം വന്നേക്കാം, എന്നാൽ ഇന്ന് പകൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ രോഗം എൻ്റെ മനസ്സിനെ ബാധിക്കരുത്, എൻ്റെ മനസ്സിനെ അലട്ടരുത്. ഏതൊരു രോഗമാണെങ്കിലും അതിൻ്റെ ആഴം എത്ര വലുതാണെങ്കിലും വൈദ്യശാസ്ത്രം അതിന് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാലും ഇന്ന് പകൽ വിളിച്ചു പറ, രോഗം എൻ്റെ മനസ്സിനെ അലട്ടരുത്. യേശുവിൻ്റെ നാമത്തിൽ അപ്രകാരം സംഭവിക്കട്ടെ. ഒരുമിച്ച് ദൈവമക്കൾ ഒന്ന് സ്തോത്രം ചെയ്തായിട്ട് മൗനമായിരിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ രോഗ ഭീതി ഒന്ന് ഇറങ്ങി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കർത്താവേ, ശരീരത്തിൽ ഞങ്ങൾ പലരും രോഗം അനുഭവിക്കുന്നവരാ, എന്നാൽ ആ രോഗം ഞങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ട് കർത്താവേ ഞങ്ങളുടെ സ്വസ്ഥത കെടുത്ത് ഞങ്ങളുടെ സമാധാനം ഇല്ലാതാക്കി കർത്താവേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഞങ്ങളെ അലട്ടുന്ന ചില മാനസിക രോഗപ്രശ്നങ്ങളിൽ നിന്ന് ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പറയാം, കർത്താവേ രോഗം എൻ്റെ മനസ്സിനെ ബാധിക്കരുത്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യന് പറ്റിയ പരാജയം ഞാൻ പറഞ്ഞല്ലോ മാനസികമാണ്. കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം ഈ മനുഷ്യൻ്റെ മനസ്സിൽ കൊണ്ടങ്ങ് നിറച്ചു. നീ രോഗിയാണ്. ഒരു കമൻട്രിയിൽ ഞാനത് വായിച്ചപ്പം ആ 10-ാം വാക്യം 8-ാം വാക്യം അല്പം രസകരമായിട്ട് എനിക്ക് തോന്നി. ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? മതി. അതിൻ്റെ തൊട്ടുമുകളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ. ഇവൻ പറയുന്ന ഒത്തിരി ന്യായങ്ങളാണ്. യേശു ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നിനക്ക് സൗഖ്യമാകാൻ. ആൻസർ എന്തായിരുന്നു വേണ്ടിയത്? യേസ് ഓർ നോ പറയണം. മനസ്സുണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ. പക്ഷെ ഇവൻ എന്നിട്ട് ചോദ്യത്തിന് ഉത്തരവല്ല കൊടുക്കുന്നത്. ഇവൻ പറയുന്നതാണ്, അവിടെ പറഞ്ഞല്ലോ, വെള്ളം കലങ്ങുമ്പോൾ എനിക്ക് ആരുമില്ല. ആരെയും വിളിച്ചാൽ വരത്തില്ലേ? ഇനി അവൻ പറയുകയാണ്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ. അപ്പോൾ ഇവന് തന്നെ വേണമെങ്കിലും ഇവൻ ഏകദേശം ഐഡിയ ആണ്, 38 വർഷമായി കിടക്കുന്നു. അപ്പം ദൂതൻ കലക്കാൻ വരുന്ന ടൈമിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണയുണ്ട്. ഇന്ന ദിവസം ഇന്ന സമയത്തായിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവൻ എന്തോ ചെയ്താൽ മതിയായിരുന്നു, നേരത്തെ പോയ വക്കത്ത് പോയും കിടന്നാൽ പോരായിരുന്നു. മറ്റൊരാൾക്ക് ദൂതം വരുന്നത് കാണുമ്പോഴാണല്ലോ ഇറങ്ങി വരുന്നത്. ഇവനിത് അറിയാമല്ലോ, ഓൾറെഡി എക്സ്പീരിയൻസ് ഇല്ലേ, 38 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ. ഇവന് പോയ വക്കത്ത് കിടന്ന് ദൂതൻ അങ്ങോട്ട് ചാടി ഒരൊറ്റ മറിച്ചിറങ്ങി പറഞ്ഞാൽ പോരെ. ഇവൻ തന്നെ പോകുന്നൊക്കെ എപ്പോഴാ? ആരെങ്കിലും ചാടിക്കഴിഞ്ഞാൽ അന്നാ ഒന്ന് പോയേക്കാം ഞാനിവിടെ. കർത്താവ് ഇത് കേട്ടപ്പോഴത്തേക്ക് ദേഷ്യം വന്നു. ആ കമൻട്രി പറഞ്ഞ അങ്ങനെയാണ്, കർത്താവിൻ്റെ അടുക്ക ചോദ്യത്തിന് ഉത്തരവല്ലേ ഇവൻ കൊടുക്കുന്നത്. കർത്താവ് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെന്ന് പറ. ഇല്ലേ, ഞാനിവിടെ കിടന്നോളാം, ഞാനിവിടെ കിടന്നങ്ങ് ചത്തോളാം, ഇത് പറഞ്ഞാൽ പോരെ. ഇവൻ പറയുകയാണ്, എന്നെ ഇറക്കാൻ ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോഴത്തേക്കും വേറൊരുത്തനുണ്ട്. കർത്താവ് പറയുന്ന വാക്ക് എഴുന്നേറ്റ്, അത് ആ ട്രാൻസ്ലേഷനിൽ കമൻട്രി കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്, എണ്ണീക്കടാ, നടക്കടാ, കിടക്കെടുക്കടാ. ഒരൊറ്റ വരട്ടായിരുന്നു യേശു. ഇനി ശരിക്കും നിങ്ങൾ മനസ്സിലെത്തി നോക്കിയേ, എഴുന്നേറ്റ് എഴുന്നേക്കടാന്ന് പറഞ്ഞപ്പോൾ ചാടി എണ്ണീറ്റു. എടുക്കടാന്ന് പറഞ്ഞു, കിടക്കെടുത്തു. നടക്കടാന്ന് പറഞ്ഞു. അടുത്ത വാചകം ഒന്ന് വായിച്ചേ. എഴുന്നേറ്റ് ഉടനെ ആ മനുഷ്യൻ
നമ്മുടെ നാടൻ ഭാഷ അങ്ങനെ പറഞ്ഞോട്ടെ, നല്ലൊരു വരട്ടിയപ്പോൾ മാറാനുള്ള രോഗമേ ഉള്ളൂ. അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ശരീരത്തിൻ്റെ രോഗമല്ല ഞാൻ പറഞ്ഞത്, ചില ബലഹീനതയുണ്ട്, അത് സംബന്ധിച്ചുകൊണ്ടാണ് പറയുന്നത്. മനസ്സിൽ ചില രോഗം കയറിയാൽ ചില ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇങ്ങനത്തെ ചില ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെങ്കിൽ രക്ഷപ്പെടും. ഈ മനുഷ്യൻ കടക്ക എടുത്തുകൊണ്ട് പോവുക, അവനിപ്പം പ്രശ്നമുണ്ടോ? അങ്ങനെ ഞാൻ എൻ്റെ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ കഷ്ടത കൊണ്ട് നിറയ്ക്കുന്ന ഒരു സിംഹാസനമുണ്ട്, അവിടെയും വിടുവിപ്പാൻ ആരുണ്ട്? യേശുവുണ്ട്. ധൈര്യത്തോട് പറ. എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നം കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം എൻ്റെ ശരീരത്തെ രോഗം വരുത്തും, വിടുവിപ്പാൻ യേശുവുണ്ട്. ആത്മീകമായി എന്നെ ബന്ധിക്കും, വിടുവിപ്പാൻ യേശുവുണ്ട്. മാനസികമായി എന്നെ തകർത്താൽ അവിടെയും വിടുവിപ്പാൻ യേശുവുണ്ട്. ഇന്ന് പകൽ ദൈവമക്കൾ ഒരുമിച്ച് പറയണം, എൻ്റെ ശാരീരിക, ആത്മീക, മാനസിക കഷ്ടതകൾക്ക് പരിഹാരം തരുന്ന ഒരു യേശു എനിക്കുണ്ട്. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു പ്രാവശ്യം ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. യെസ്, ഹല്ലേലൂയ. ദുഷ്ടസിംഹാസനമേ, നീ കഷ്ടത നിർമ്മിച്ചോ, എന്നെ വിടുവിക്കുന്ന ഒരു യേശു എനിക്കുണ്ട്. ശാരീരികമായും ആത്മീകമായും മാനസികമായും എന്നെ തകർക്കാൻ പിശാചെ നീ പദ്ധതിയിട്ടാലും എൻ്റെ പ്രാണനെ തണുപ്പിച്ച് എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ദൈവകൃപ, ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഷ്ടത വരുത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ടസിംഹാസനം കഷ്ടത നിർമ്മിക്കും, ദൈവം ആശ്വാസം തരുന്നു. കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 1-ാം അധ്യായം എടുത്താട്ടെ, അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ആ ആ ആ നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ മതി. 2-3 പദങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 7-ാം വാക്യം നമ്മൾ വായിച്ചത്, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ തന്നെ ആശ്വാസത്തിനും. അങ്ങനെയെങ്കിൽ കഷ്ടത്തിന് കൂട്ടാളിയാണെങ്കിൽ എന്തിനൂടെ കൂട്ടാളിയാ? കഷ്ടം ആരുടേതാ? പിശാചിൻ്റെ. ആശ്വാസം ആരുടേതാ? അപ്പം ദൈവം കൂടെ ഉണ്ടോ കഷ്ടത്തിൽ? അപ്പോൾ 6-ാം സങ്കീർത്തനം വായിക്കേണ്ടത് നമുക്കറിയാമല്ലോ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. കർത്താവ് കൂടെ ഉണ്ട്. കഷ്ടം വരുമ്പോൾ കർത്താവിനെ എനിക്ക് ഏറ്റവും അടുത്തറിയാൻ കഴിയും. 5-ാം വാക്യത്തിൽ ഒന്നുകൂടെ വായിച്ചു, 5-ാം വാക്യം കൊടുത്ത് വായിച്ചോളൂ. ഈ 2 ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും. അത് ഒരു NIV ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടൊരു വാചകം ഇതാണ്. കഷ്ടത ഇംഗ്ലീഷിൽ കൊടുക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, സഫറിങ്സ് വിൽ ഫ്ലോ. അടുത്ത വാചകം പറയുന്നതാണ്, ദൈവത്തിൻ്റെ ആശ്വാസം അത് ഓവർഫ്ലോ ചെയ്യുമെന്ന്. എന്താ ഈ ഫ്ലോ ചെയ്യുകയും ഓവർഫ്ലോ ചെയ്യുകയും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, ഇപ്പോൾ നദി, പമ്പാ നദി നമുക്കറിയാമല്ലോ, ഈ ഭാഗത്ത് അത് ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരു പെരുമഴ പെയ്തു, 3-4 ദിവസമായിട്ട് കിഴക്കൻ മലനാട്ടിൽ മഴ പെയ്ത് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്തുവാ? ഓവർഫ്ലോ ആകും, കവിഞ്ഞൊഴുകും. വീണ്ടും ആ ഭാഗം ഞാൻ പറയുന്നു, സഫറിങ്സ് വിൽ ഫ്ലോ, കംഫോർട്ട്സ് വിൽ ഓവർഫ്ലോ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നദിയിൽ ഫ്ലോയാ, ഒഴുക്കേ ഉള്ളൂ. അല്ലാത്തപ്പോൾ ആ ശക്തമായ മഴ പെയ്യുമ്പോൾ ഇതെന്തോ ചെയ്യും? കവിഞ്ഞൊഴുകും. അങ്ങനെയൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, കഷ്ടത ഒഴുകുമ്പോൾ ആശ്വാസം കവിഞ്ഞൊഴുകും. ഏതാ വലുത്? ഇതിനെ അങ്ങ് മൂടി. കഷ്ടത ഒഴുകുന്നുണ്ട്, പക്ഷെങ്കിൽ ആശ്വാസമോ കവിഞ്ഞൊഴുകുക. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ചില കഷ്ടതയുടെ നടുവിൽ ആശ്വാസം കവിഞ്ഞൊഴുകുക.
ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ കവിഞ്ഞൊഴുകുമ്പോൾ താഴെക്കൂടെ ഒഴുകുന്ന ഇപ്പം കാണുന്നില്ല. കഷ്ടത ഒഴുകുന്നുണ്ടെങ്കിലും ആശ്വാസം അതിൻ്റെ മുകളിലൂടെ കവിഞ്ഞങ്ങ് ഒഴുകുക. ഇന്ന് പകൽ ദൈവമക്കളെ ദൈവത്തോട് പറ, കർത്താവേ, കഷ്ടത എനിക്കുണ്ടെങ്കിലും ആശ്വാസം കവിഞ്ഞൊഴുകുന്നു. ഒരു ചിന്തയോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കഷ്ടങ്ങൾ പെരുകുന്നത് പോലെ തന്നെ മതി. മലയാളത്തിലും ആ വാക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, പെരുകുക. ഇംഗ്ലീഷിൽ അത് പറഞ്ഞാൽ മൾട്ടിപ്ലൈ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ, 2 × 2 എത്ര? 4. കറക്റ്റാണല്ലോ. ഓക്കെ, കഷ്ടത നമ്മൾ നമ്പർ കൊടുത്തു, കഷ്ടത 2 വെച്ചോ. അങ്ങനെയെങ്കിൽ ആശ്വാസം അതിൽ വെച്ചിട്ടുള്ള കൂടുതലല്ലേ? തൽക്കാലം ആശ്വാസം നമുക്ക് 3 നമ്പർ കൊടുക്കാം. എത്ര? 3 × 3 എത്ര? കഷ്ടത 2, ആശ്വാസം 3. ഇത് പെരുകി. അപ്പം കഷ്ടത ഇപ്പോൾ എത്രയായി? 4. ആശ്വാസം എത്രയായി? 9. ഇനിയും വീണ്ടും പറഞ്ഞു, 4 × 4 16, 9 × 9. പെരുകുമ്പോൾ വ്യത്യാസം കണ്ടോ? കഷ്ടത 2 ആണെങ്കിൽ ആശ്വാസം 3. കഷ്ടത പെരുകിയപ്പോൾ എത്രയായി? 4. ആശ്വാസം പെരുകിയപ്പോൾ 9. കഷ്ടത വീണ്ടും പെരുകി. 4 എന്നുള്ളത് എത്രയെ വന്നു? 16 വന്നു. അപ്പോൾ ആശ്വാസം 9 എവിടെ എത്തി? നിങ്ങൾ കൂടെ ഉണ്ടോ? കഷ്ടത പെരുകുമ്പോൾ എന്തോ പറ, ഏതാ കൂടുതൽ? ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് വലുതാ? അങ്ങനെയെങ്കിൽ കഷ്ടത വരുമ്പോൾ എന്തോ പറ, ആശ്വാസം അങ്ങ് കൂടിക്കൊണ്ടിരിക്കുക. കഷ്ടത ചെറുക കൂടി വരുമ്പോൾ ആശ്വാസം ഹിമാലയം പർവ്വതം പോലെ കയറി വരിക. കർത്താവെ, കഷ്ടത വന്നതിനായി സ്തോത്രം. ആശ്വാസം അതിനാൽ കൂടുന്നുണ്ടല്ലോ. ഇന്ന് പകൽ ആ ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, കഷ്ടത നിർമ്മിക്കുന്ന ചില ദുഷ്ടസിംഹാസനം കഷ്ടത നിർമ്മിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് ആശ്വാസം എൻ്റെ കർത്താവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുക. യെസ്, ഹല്ലേലൂയ. കഷ്ടത പെരുകുന്നതിനനുസരിച്ച് ആശ്വാസവും പെരുകുന്നെങ്കിൽ അതിൻ്റെ പ്രപ്പോർഷൻ വളരെ വലുതാ. ഇന്ന് പകൽ ധൈര്യത്തോട് പറ, കഷ്ടതയല്ല എനിക്ക് വിഷയം, എനിക്ക് കിട്ടുന്ന ആശ്വാസമായി എനിക്ക് വലുത്. യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ആ ബോധ്യമുള്ളവർ ഒരുമിച്ച് അല്പസമയം ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് സ്തോത്രം കരറ്റി നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കഷ്ടതയെ നോക്കിക്കൊണ്ട് അത് നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തെ നോക്കിക്കൊണ്ട് എനിക്ക് വിളിച്ചു പറയാൻ കഴിയും, എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. കൃപ, ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. നമുക്ക് ആ ദൈവകൃപ കേൾപ്പിച്ച് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ദുഷ്ടസിംഹാസനം അതിൻ്റെ ജോലി ചെയ്യട്ടെ. എൻ്റെ ദൈവം തൻ്റെ ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട്. എൻ്റെ ശാരീരിക, ആത്മീക, മാനസിക കഷ്ടതകൾക്ക് പരിഹാരം തരാൻ കഴിയുന്നൊരു ദൈവം എനിക്കുണ്ട്. ഇന്ന് പകൽ ദൈവമക്കളെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ വിളിച്ചു പറയണം. പിശാചിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, എൻ്റെ ദൈവം ശാരീരിക പ്രശ്നത്തിൽ നിന്ന് മാത്രമല്ല, ആത്മീയ പ്രശ്നത്തിൽ നിന്ന് മാത്രമല്ല, എൻ്റെ മാനസിക പ്രശ്നത്തിൽ നിന്നും എന്നെ വിടുവിപ്പാൻ എൻ്റെ ദൈവം മതിയായവൻ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ, രക്തത്താ ജയം, രക്തത്താ ജയം, രക്തത്താ ജയം, രക്തത്താ ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. നമുക്ക് ആ ദൈവകൃപ കൽപ്പിച്ചുകൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങൾ അങ്ങയെ കാണുവാൻ, ആ മുഖം കാണുവാൻ, ദുഷ്ടസിംഹാസനത്തെ കാണാനല്ല, സ്വാന്തനം തരുന്ന, പ്രാണനെ തണുപ്പിക്കുന്ന എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ കർത്താവെ സഹായിക്കണമേ. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. കർത്താവ് നമ്മളെ ഇവരെയും സഹായിക്കുമാറാകട്ടെ.